അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വഅൻത അർഹമുർ റഹീമീൻ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയിലെ PSC പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. വിശിഷ്യ 2025 ഇൻഷാല്ല വരുന്ന PSC എക്സാമിൽ ആദ്യ റാങ്കിൽ നമ്മളായിരിക്കും അല്ലെങ്കിൽ ഞാനായിരിക്കും എന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു പഠന വീഥിയിലുള്ളത്. നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒരു ഡിസ്കഷനിൽ എല്ലാവരും വളരെ സജീവമായി നേരത്തെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു നമ്മുടെ ആവേശം ഇത് കുറഞ്ഞ ദിനങ്ങൾ മാത്രമല്ല ഉണ്ടാവേണ്ടത്. എക്സാം ഹാളിൽ നമ്മൾ എത്തുന്നത് വരെ അല്ലെങ്കിൽ തലേ ദിവസം ഇൻഷാല്ല എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ ഇൻഷാല്ല അഡ്മിൻസ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സമയം ഉണ്ടാവും. അതുവരെ ഇതേ രൂപത്തിൽ ഡെയിലി എന്നോണം ഗൂഗിൾ മീറ്റിലൂടെ ഡിസ്കഷൻ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിലൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം വളരെ പ്രധാനമാണ്. നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ള കാര്യമാണ്, കോഴ്സിന് ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ തദടിസ്ഥാനത്തിൽ സിലബസിന് അനുസൃതമായി നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താവുന്ന രൂപത്തിലുള്ള നല്ല നോട്ട്സ്, ക്ലാസ്സുകൾ, മോഡൽ ടെസ്റ്റുകൾ ഇതൊക്കെ ഇൻഷാല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കഴിഞ്ഞ കാല ബാച്ചുകളിലൊക്കെ അൽഹംദുലില്ലാ ഫോളോ ചെയ്ത ആളുകൾക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ബാച്ചിൽ നിന്ന് നമുക്കും നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വരാം. നമ്മൾ സ്റ്റാർട്ടിങ് എന്ന നിലയിൽ ഈ ഒരു കോഴ്സിന്റെ തുടക്കത്തിലാണ് നമ്മൾ ഉള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ കഴിഞ്ഞ കാല ബാച്ചുകളിലുള്ള ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. ഒരുപക്ഷെ സിലബസിന്റെ ഓരോ ഏരിയയെ കുറിച്ചും കൃത്യമായി ധാരണയുള്ള, ഓരോ ഏരിയയിലും പുലികളായിട്ടുള്ള ആളുകൾ എന്ന് തന്നെ പറയാം. ഇൻഷാല്ല വരുന്ന ലിസ്റ്റുകളിൽ, അതേപോലെ തന്നെ അടുത്ത സമയത്ത് അഡ്വൈസ് കാത്തു നിൽക്കുന്ന ആളുകൾ വരെ, അതായത് ലിസ്റ്റിൽ വന്നിട്ട് പോലും ഫോക്കസിനെ വിടാതെ, ഫോക്കസ് ഒരു കോച്ചിങ് പുതിയത് തുടങ്ങുന്നുണ്ടോ എങ്കിൽ ഞങ്ങളും കൂടെയുണ്ട് എന്ന രൂപത്തിൽ തന്നെ നമ്മൾ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ വരെ ഈ ഒരു ക്ലാസ്സിലുണ്ട്. അതോടൊപ്പം പുതുതായി ഫോക്കസിനെ പരിചയപ്പെട്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ ലിസ്റ്റുകളിൽ വന്ന റാങ്ക് ജേതാക്കളെ പരിചയപ്പെട്ട് ഈ ഒരു കോഴ്സിലേക്ക് വന്ന് ഈ ഒരു LP അറബിക് എക്സാമിന് വേണ്ടിയിട്ട് ആദ്യമായി പ്രിപ്പറേഷൻ ആരംഭിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ പല തരക്കാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ നമ്മുടെ സെഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആളുകൾ ഇതൊരു റിവിഷനായി മാത്രം കാണുക. തുടക്കക്കാരായ ആളുകളെ പരിഗണിച്ചുകൊണ്ട് കൂടെ ആയിരിക്കും ഇൻഷാല്ല നമ്മുടെ ആദ്യ സെഷനുകളൊക്കെ ഉണ്ടാവുക എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ല ഏതൊരു ഭാഗമായിരുന്നാലും കേൾക്കുന്നതിനനുസരിച്ച് നമുക്ക് അതൊരു ഗുണമേ ആവുകയുള്ളൂ, എന്നല്ലാതെ അധികപ്പറ്റാവുകയില്ല. അപ്പൊ ആ അർത്ഥത്തിൽ മുമ്പുള്ള നമ്മുടെ ബാച്ചിലുള്ള ആളുകളും അതേപോലെ തന്നെ ഓൾറെഡി പഠിച്ചു തുടങ്ങിയ ആളുകളൊക്കെ ആ രൂപത്തിൽ കാണണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സിലബസിലൊക്കെ പ്രധാനമായി വരുന്ന ഒരു ഭാഗമാണ് എൽമുൽ ബലാഗയും എൽമുൽ അറൂദും. അപ്പൊ അതിൽ ഏതായാലും ചില ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടെ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം, മൊത്തത്തിൽ നമ്മുടെ സിലബസ് വായിക്കുന്നൊന്നുമില്ല, എന്നാലും എന്തൊക്കെയാണ് നമുക്ക് സാധാരണ പഠിക്കാനുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ നമ്മൾ എടുത്താലും, പ്രത്യേകിച്ച് ഇപ്പോൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല.
ആ ഒരു കേട്ടറ്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഭാഗങ്ങൾ ഒന്നുകൂടെ വ്യവസ്ഥാപിതമായി പഠിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഒരു PSC എക്സാമിനും ആവശ്യമുള്ളൂ. അതിൽ വരുന്ന പ്രധാന ഭാഗങ്ങൾ ഇത്രയും ഭാഗങ്ങളാണ്: താരീഖുൽ അദബിൽ അറബി, ഇൽമുൻ നഹ്വ്, ഇൽമുൽ ബലാഗ വൽ അറൂദ്. അതിൽ തന്നെ താരീഖുൽ അദബുൽ അറബിയുടെ ഒരു ഭാഗം എന്ന് തന്നെ പറയാം ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചർ, അൽ അദബുൽ അറബി അൽ ഹിന്ദി. അതിൽ നമ്മൾ കേരളത്തിലുള്ള ആളുകളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഈ ഒരു അറബി ഭാഷയിൽ പ്രധാനപ്പെട്ട പല സംഭാവനകളും വന്നിട്ടുണ്ട്. അതിൽ വന്ന സാഹിത്യകാരന്മാരെ അതുപോലെ തന്നെ പണ്ഡിതന്മാരെ കുറിച്ചൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. പിന്നെ തുറുഖുത്ത് തദ്രീസ് എന്ന് വെച്ചാൽ അറബിക് പെഡഗോജിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. അത്തർജുമ, ട്രാൻസ്ലേഷൻ, അതിൽ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കുമുള്ള ട്രാൻസ്ലേഷൻ. അതിലിപ്പോ പ്രത്യേകിച്ച് നമുക്കറിയാം മോഡേൺ അറബിക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മജല്ലകളിൽ അതേപോലെ തന്നെ പത്രങ്ങളിലൊക്കെ വരുന്ന പുതിയ അറബിയിലുള്ള യൂസേജുകൾ ഏത് രൂപത്തിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഇൻഷാല്ല നമ്മുടെ വരുന്ന ട്രാൻസ്ലേഷൻ ക്ലാസ്സുകളൊക്കെ ഏകദേശം ആ ഒരു രൂപത്തിൽ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത രൂപത്തിൽ തന്നെയായിരിക്കും ക്ലാസ്സുകൾ ലഭിക്കുക. പക്ഷെ ഇതിൽ എല്ലാ ഏരിയയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ പോലെയുള്ള ഏരിയകൾ എന്ന് പറയുമ്പോൾ അത് എല്ലാം നമുക്ക് മുഴുവനായി ക്ലാസ്സിലൂടെ ലഭിക്കുക എന്നുള്ളതല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിലപ്പുറം ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്ലേഷൻ ഏരിയ മനസ്സിലാക്കാം അല്ലെങ്കിൽ അക്വയർ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി പുതിയതായി വരുന്ന ടേംസുകൾ, പ്രയോഗങ്ങൾ ഒക്കെ തേടി പിടിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ശ്രമവും കൂടി വേണം. കാരണം അതൊരു പരന്ന ഏരിയ ആയിരിക്കും. പുതിയ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ഏതെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങൾ എങ്ങനെയാണ് മാഗസിനുകളിൽ, പത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്, പ്രയോഗങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയാണ് വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നേടേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട ഏരിയ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇൻഷാല്ല ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. പിന്നെ മറ്റൊരു ഭാഗം മാലൂമാത്ത് അൽ ആമ എന്ന് വെച്ചാൽ ജനറൽ നോളേജ്. അറബിക്കിലുള്ള ജനറൽ നോളേജ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അറബ് ലോകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അതാണ് ആ ഭാഗങ്ങളിൽ വരുന്നത്. അപ്പൊ അതില് കുറച്ച് വൈഡായി നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് താരീഖുൽ അദബുൽ അറബി തന്നെയാണ്. കാരണം അതില് ജാഹിലി കാലഘട്ടം മുതൽ തുടങ്ങി ഇസ്ലാമിക്, ഉമവി, അബ്ബാസി കാലഘട്ടങ്ങൾ, അതുപോലെ തന്നെ സ്പെയിനിലെ അറബി സാഹിത്യ ചരിത്രം, പിന്നെ മൈഗ്രന്റ് ലിറ്ററേച്ചർ അഥവാ മഹ്ജർ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, പിന്നെ ഒരു വിശാലമായ ഏരിയയാണ് മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്, അസ്റുൽ ഹദീസ്, അതുപോലെ ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചർ. അപ്പൊ ഇത്രയും ഒരു വൈഡായ ഒരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ വൈഡായ ഒരു ഏരിയ ആണെങ്കിലും സാധാരണ എല്ലാവരും പഠിക്കുന്ന, അതേപോലെ തന്നെ താരതമ്യേന എളുപ്പമായി കാണുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. കാരണം ഇതിന് ഭാഷാപരമായ വലിയ കഴിവുകളൊന്നും ഒരുപക്ഷെ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല അല്ലെ. ഇപ്പോ ഇൽമുൻ നഹ്വില് നല്ല കഴിവുള്ള ആളുകൾ ഉണ്ടാവും, അത്ര തന്നെ കഴിവില്ലാത്ത ആളുകൾ ഉണ്ടാവും. അതുപോലെ ഇൽമുൽ ബലാഗ, ഇൽമുൽ അറൂദ്, ഈ ഏരിയകളൊക്കെ അല്പം പിന്നിലുള്ള ആളുകൾ ഉണ്ടാവും. അവർക്കും ഫോളോ ചെയ്യാവുന്ന ഒരു ഭാഗമായിരിക്കും ഈ ഒരു ലിറ്ററേച്ചറിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ച് വൈഡായ ഒരു ഏരിയ ആണെങ്കിലും പരമാവധി എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗങ്ങളാണ് ഈ താരീഖുൽ അദബുൽ അറബി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കുറച്ച് സമയമെടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഇപ്പോ ഇൽമുൻ നഹ്വ്, അതുപോലെ തന്നെ ഇൽമുൽ ബലാഗ, ഇൽമുൽ അറൂദ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ. അപ്പൊ അത് പക്ഷെ ചിലപ്പോ നമ്മള് ഡിഗ്രിക്ക് അല്ലെങ്കിൽ പ്രിലിമിനറി ഈ ഏരിയകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സിലബസിൽ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ച് ഒരുപക്ഷെ പാസ് മാർക്കൊക്കെ വാങ്ങി
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിലായി പോകുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ. പിന്നെയാണ് ഇതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായി വരാറുള്ളത്. പക്ഷെ നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധ കൊടുത്ത് നമ്മുടെ ക്ലാസ് അതേപോലെ തന്നെ നോട്ട്സ് ഫോളോ ചെയ്ത് അല്പം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഭാഗങ്ങളിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന PSC എക്സാമിൽ ആൻസർ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ കാല നമ്മുടെ ബാച്ചുകളിൽ നിന്നൊക്കെയുള്ള റിസൾട്ട് അനുസരിച്ചാണ് ഈ പറയുന്നത്. ഇൽമുൽ നഹ്വ് ആവട്ടെ, ഇൽമുൽ ബലാഗയാവട്ടെ, ഇൽമുൽ അറൂൽ ആവട്ടെ, ഇതൊക്കെ നല്ല രൂപത്തിൽ ആളുകൾ കൈകാര്യം ചെയ്ത് റാങ്ക് ലിസ്റ്റുകളിൽ വന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നല്ലൊരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ പ്രതീക്ഷിച്ച അർത്ഥത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ എത്താൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഈ ഒരു കോഴ്സ് നൽകാനും നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന നോട്ട്സും ക്ലാസ്സുകളും ഒക്കെ എക്സാമിന് പ്രയോജനപ്പെടുന്ന രൂപത്തിലാവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ എത്ര പഠിച്ചത് കൊണ്ടും ആയില്ല അല്ലെ, നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ അവസാന സമയത്ത് പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു പുസ്തകം അൽഹംദുലില്ലാ തയ്യാറാക്കുകയുണ്ടായി. അപ്പൊ ഇത് കേരളത്തിൽ പ്രഗത്ഭരായ പലരെയും നമ്മൾ ഈ ഒരു പുസ്തകം കാണിച്ച സന്ദർഭത്തിൽ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഏത് പുസ്തകം ഇറക്കിയാലും ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ ക്വസ്റ്റ്യൻ ഇടാം എന്നായിരിക്കും ആലോചിക്കുക എന്ന് അവരിൽ ചിലർ പങ്കുവെക്കുകയുണ്ടായി. ഒരു വേള ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ തന്നെയാണ് എന്ന് പറയാം. എന്നതുപോലെ ഒരുപക്ഷെ നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ അതിനപ്പുറമുള്ള ക്വസ്റ്റ്യൻ ആവും വരുന്നത്. അപ്പോ നമുക്ക് നന്നായിട്ട് പഠിക്കാം, അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏതായിരുന്നാലും നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതല്ലാതെ കുറുക്കു വഴികളില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാം. അത് കഴിഞ്ഞ കാല എക്സാമുകളിൽ അറ്റൻഡ് ചെയ്ത അതേപോലെ തന്നെ ഒരുപക്ഷെ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ചെറിയ രൂപത്തിലൊക്കെ വന്ന ആളുകൾക്ക് അറിയാം. എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയെങ്കിലും വന്നത് കൊണ്ടായില്ല, മറിച്ച് ആദ്യ റാങ്കുകളിൽ തന്നെ വന്നെങ്കിലേ നമുക്ക് ജോലിയിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു പഠന വേദിയിൽ മുന്നോട്ട് പോവാം. ഇൽമുൽ ബലാഗയിലെ അതേപോലെ തന്നെ ഇൽമുൽ അറൂദിലെ സമയം ഉണ്ടെങ്കിൽ ഇൽമുൽ അറൂദിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2025 തന്നെ അഥവാ ഈ വർഷം നടന്ന LP അറബിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സിമ്പിൾ ആയൊരു ചോദ്യമായിരിക്കും പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇനി ആർക്കെങ്കിലും ഇത് ആൻസർ അറിയില്ല എന്നുള്ളത് കൊണ്ട് ടെൻഷൻ ആവുന്നും വേണ്ട, ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ചോദിച്ചത് വളരെ സിമ്പിൾ ആയൊരു ചോദ്യമാണ്. വാഹിദു മിനൽ ആത്തിയ ലൈസ മിനൽ മുഹസ്സിനാത്ത് അൽ മഅനവിയ മാ ഹുവ. അപ്പൊ ഈ ചോദ്യം കാണിക്കുന്നത് കൊണ്ട് വേറെ ലക്ഷ്യവും കൂടിയുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് അല്ലെ. അപ്പോ നമ്മൾ എത്ര പഠിച്ചാലും ഇതിന് പുറത്തുള്ള ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ വന്നേക്കാം. എന്നാൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഇതേ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പാഠം ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. ആഴത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ അതും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ നമ്മുടെ പഠനം ഒന്നുകൂടെ സജീവമാക്കിയാൽ മതി. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ചാറ്റ് ബോക്സിലാണ് ആൻസർ ചെയ്യേണ്ടത്. ഒരുപക്ഷെ മുമ്പ് ഫോക്കസിന്റെ ബാച്ചിൽ ഇല്ലാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 4 ഓപ്ഷനാണ് നമുക്ക് ആൻസർ ചെയ്യാനുണ്ടാവുക. അതിൽ ABCD ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ ആൻസർ ആയി തോന്നുന്നത് അത് ആൻസർ ചെയ്യാം. അപ്പൊ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇപ്പൊ ആൻസർ ചെയ്യുന്നത്, അതിപ്പോ നോക്കി മനസ്സിലാക്കിയാൽ പോരെ, അങ്ങനെ ആൻസർ ചെയ്യേണ്ടതുണ്ടോ എന്ന്. നിങ്ങൾ ശരിക്കൊന്ന് ഒരു 2-3 ക്ലാസ്സിൽ ഇതേപോലെ ഇരിക്കുക. എന്നിട്ട് അറ്റൻഡ് ചെയ്യാത്ത അതല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യാത്ത സെഷനും ഫുള്ളായി ഓരോ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോഴും ആൻസർ ചെയ്യുന്ന ഒരു സെഷനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായി ബോധ്യാവും. എന്നുവെച്ചാൽ അധ്യാപകനോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണോ അയാൾക്ക് ആ ക്ലാസ്സിന്റെ ഏകദേശം 90 അല്ലെങ്കിൽ 95% ക്ലിയർ ആയിട്ടുണ്ടാവും.
എന്നാൽ വെറും കണ്ടിങ്ങനെ നോക്കി നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു 50% കിട്ടിയാലായി, അത്രേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ എഴുതി വെച്ചോളൂ. കൃത്യമായി ആ രൂപത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ പരമാവധി എന്ത് ചെയ്യുക, തെറ്റിക്കോട്ടെ. നമ്മളെ ആൻസർ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് അറിയുന്നതായിക്കോണമെന്നില്ല. അറിയാത്തതാണെങ്കിലും നമ്മളെ ആൻസർ ചെയ്യുക. അറിയാത്തതാണ് നമ്മളെ ആൻസർ ചെയ്തതെന്ന് വിചാരിക്കുക, എന്നിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മൾ ആ പോയിന്റ് മറക്കൂല. അപ്പൊ തെറ്റി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും നഷ്ടമല്ല, മറിച്ച് നമുക്കത് ഗുണമായിരിക്കും ഉണ്ടാവുക. കാരണം ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് നമ്മൾ ആൻസർ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ആ പോയിന്റ് മറക്കൂല. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് കാണാം. ഇത്രയും ആളുകൾക്കിടയിൽ എൻ്റെത് തെറ്റിയില്ലേ എന്ന് ചിന്തിക്കുന്നതിലപ്പുറം നമ്മൾ PSC എക്സാം എഴുതി ആ സമയത്ത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ നഷ്ടം. ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകളൊക്കെ പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്ത ആളുകളാണ്. അപ്പൊ ഇവർക്കിടയിൽ തെറ്റിയാൽ ഒരു കുഴപ്പമില്ല, മറിച്ച് നമ്മൾ PSC എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടേത് തെറ്റരുത്. ആ ഒരു ചിന്തയാവണം നമുക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത് മിക്കവാറും ഓപ്ഷൻ ഡി ആണ്, എന്ന് വെച്ചാൽ അൽ ഇഖ്തിബാസ്. അപ്പോ മുഹസ്സിനാത്തുൽ മഅനവിയയിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇൽമുൽ ബദീഇൽ 2 ഭാഗങ്ങളാണ് വരുന്നത്. ഇൽമുൽ ബലാഗയിലെ 3 ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ് ഇൽമുൽ ബദീഅ എന്ന് പറയുന്നത്. ആ ഇൽമുൽ ബദീഇലെ 2 ഇനങ്ങളാണ് ഏതൊക്കെ? മുഹസ്സിനാത്തുൽ ലഫ്ളിയയും മുഹസ്സിനാത്തുൽ മഅനവിയയും. അതിൽ മുഹസ്സിനാത്തുൽ മഅനവിയയിൽ വരുന്നതാണ് അത്തൗരിയ, ഹുസ്നുൽ തഅലീൽ, ഉസ്ലൂബുൽ ഹക്കീം എന്നീ 3 ഇനങ്ങൾ. മുഹസ്സിനാത്തുൽ ലഫ്ളിയയിൽ പെട്ടതാണ് ഏത്? അൽ ഇഖ്തിബാസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ആൻസർ ചെയ്തത് കറക്റ്റ് ആണ്. ആരുടേതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒരു പ്രയാസവും ഉണ്ടാവേണ്ടതില്ല. ഇതൊക്കെ ഏറ്റവും സിമ്പിളായ ബേസിക് ആയ കാര്യങ്ങളാണ്, നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഒരു ചോദ്യം നമ്മൾ അങ്ങനെ കണ്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുമ്പ് തന്നെ ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ നോക്കൂ, നിങ്ങൾ ഒരു ചോദ്യം, ലൈസ മിൻ മബാഹിസി ഇൽമുൽ മആനി, ഇൽമുൽ മആനിയുടെ മബ്ഹസിൽ പെടാത്തത്, അതിന്റെ പ്രതിപാദ്യ വിഷയങ്ങളിൽ വരാത്തത് ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അൽ ഖസ്ർ, ഹുസ്നു തഅലീൽ, അൽ ഖബർ വൽ ഇൻഷാ, അൽ ഫസ്ലു വൽ വസ്ൽ. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ ബി ആണ് തെരഞ്ഞെടുത്തതായി കാണുന്നത്, എന്ന് വെച്ചാൽ ഹുസ്നു തഅലീൽ. ശരിയാണ് അല്ലെ? കാരണം ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടേ ഉള്ളൂ, എന്ന് വെച്ചാൽ മുഹസ്സിനാത്തുൽ മഅനവിയയിൽ പെടാത്തത് എന്ന് പറഞ്ഞു വന്നപ്പോൾ അവിടെ 3 എണ്ണം വന്നത് മുഹസ്സിനാത്തുൽ മഅനവിയയിൽ പെട്ടതാണ്. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഹുസ്നുൽ തഅലീൽ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി 3 എണ്ണം അൽ ഖസ്ർ, അൽ ഖബർ വൽ ഇൻഷാ, അൽ ഫസ്ൽ വൽ വസ്ൽ, ഇത് ഇൽമുൽ മആനിയുടെ പ്രതിപാദ്യ വിഷയങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അതേ രൂപത്തിൽ തന്നെ മറ്റൊരു ചോദ്യം, മിൻ ഇൽമിൽ മആനി, ഇൽമുൽ മആനിയിൽ പെട്ടത് എന്ന രൂപത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇൽമുൽ മആനിയിൽ പെട്ടത്. ഓക്കെ, യെസ്, അതെ, അൽ ഖസ്ർ അല്ലെ? ഖസ്റാണ്. അപ്പൊ ഇസ്തിആറ, ഇഖ്തിബാസ്, അൽ കിനായ ഇവ ഇൽമുൽ മആനിയിൽ പെട്ടതല്ല. അപ്പൊ അതൊക്കെ ഏത് ഭാഗത്ത് വരുന്നതാണ്? ഖസ്ർ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇൽമുൽ മആനിയിൽ പെട്ടതാണ്. ഇസ്തിആറയോ? ഇസ്തിആറ അതെ ഇൽമുൽ ബയാനിലാണ് വരുന്നത്. ഇൽമുൽ ബയാനിൽ നമ്മൾ പഠിക്കുന്ന മജാസിന്റെ ഒരു ഇനമാണ് ഏത്? ഇസ്തിആറ എന്ന് പറയുന്നത്. ഇൽമുൽ ബയാനിലെ മജാസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന ഒന്നാണ് ഇസ്തിആറ. മജാസിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ്. പിന്നെ അൽ ഇഖ്തിബാസ് എന്ന് പറയുന്നത് ഇൽമുൽ ബദീഇൽ പെട്ടതാണ്. ഇൽമുൽ ബദീഇലെ അതെ ഇൽമുൽ ബദീഇലെ മുഹസ്സിനാത്തുൽ ലഫ്ളിയയിൽ പെട്ടതാണ്. അൽ കിനായയോ? ഇൽമുൽ ബയാനിൽ പെട്ടതും. ഇൽമുൽ ബയാനിൽ ആണ് നമ്മൾ കിനായയെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള വളരെ ബേസിക് ആയ ചോദ്യങ്ങൾ വരെ PSC എക്സാമുകൾക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനെന്താ വഴി? ഒന്നുമില്ല, ഓരോ വൈജ്ഞാനിക ശാഖയിലും എന്തൊക്കെയാണ് വരുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒന്നാണ് ഇതൊക്കെ. എല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. അപ്പൊ ഇൽമുൽ ബലാഗയെ കുറിച്ച് പറയുമ്പോൾ ബലാഗ 3 ഭാഗങ്ങളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. വെച്ചാൽ ഇൽമുൽ ബലാഗയെ പണ്ഡിതന്മാർ 3 ഭാഗങ്ങളാക്കി. ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ, ഇൽമുൽ ബദിയ, അങ്ങനെ 3 ഇനങ്ങളാണ് വരുന്നത്. ഓക്കെ,
ഓരോന്നും എന്താണ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം. അപ്പോ ഇവക്ക് താഴെ എന്തെല്ലാമാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇൽമുൽ മആനിയിൽ 2 ഭാഗങ്ങൾ പ്രധാനമായിട്ട് ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത്, ഒന്ന് ഖബറാണ്, മറ്റൊന്ന് ഇൻഷാ. ഈ ഖബറുമായി റിലേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇൻഷാവുമായി റിലേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങൾ. ഇതാണ് ഇൽമുൽ മആനിയിലെ ആദ്യ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. പിന്നെ ഇൻഷാ എന്ന് പറയുമ്പോൾ ആ ഇൻഷാ 2 രൂപത്തിലുണ്ട്. ഒന്ന് ഇൻഷാ ത്വലബി, അതേപോലെ തന്നെ ഇൻഷാ ഗൈറു ത്വലബി. ഇൻഷാ ത്വലബി, ഇൻഷാ ഗൈറു ത്വലബി. അതാണ് നമുക്ക് ഇൽമുൽ മആനിയിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയ. അതില് ഈ ത്വലബിയെ കുറിച്ചാണ് ബലാഗയുടെ ഭാഗമായി ചർച്ചയിൽ വരുന്നത്. ഗൈറു ത്വലബി ആവട്ടെ നമുക്കവിടെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. അപ്പൊ ഈ ത്വലബിയിൽ നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അമ്ര, നഹിയ്, അതേപോലെ തന്നെ ഇസ്തിഫ്ഹാമുകൾ. ഇസ്തിഫ്ഹാമിന്റെ അദാത്തും അതിന്റെ പ്രയോഗങ്ങളൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ അറബി പഠിച്ചത് മുതൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെ? ഇപ്പൊ ചോദ്യവുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ അറബിയിലുള്ള പദങ്ങൾ, മത്ത, ഐന, കെയ്ഫ, ഹൽ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ. അപ്പോ ആ ഒരു ഇസ്തിഫാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നെ തമന്നി, അതേപോലെ തന്നെ അന്നിദ, ഇവയെല്ലാം ത്വലബിയാണ്, ഇൻഷാ ഉത്വലബിയാണ്. എന്ന് വെച്ചാൽ അതിലൊക്കെ ഒരു പ്രത്യേകമായ ഒരു തേട്ടമുണ്ടാവും. ആ ഒരു ഇപ്പൊ ഒരു അമ്രാണെങ്കിൽ ആ അമ്ര ഒരാളോട് നമ്മൾ കൽപ്പിക്കുമ്പോൾ ഇജ്ലിസ് എന്നിപ്പോ ഒരാളോട് പറയുകയാണെങ്കിൽ ആ ഇരിക്കുക എന്നുള്ള പ്രവൃത്തി അയാൾ ആദ്യം ചെയ്തിട്ടില്ല. ഈ പറയുന്നതിന് ശേഷമായിരിക്കും അയാൾ അവിടെ ഇരിക്കുക. അപ്പൊ ഇതേപോലെ ഈ പറയപ്പെട്ട ഏത് കാര്യങ്ങൾ എടുത്താലും അതിൽ ഓരോ തേട്ടമുണ്ടാവും. മുമ്പ് ചെയ്യാത്തൊരു സംഗതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തേട്ടം, പ്രേരിപ്പിക്കുന്ന ഒരു തേട്ടം അതിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഇൻഷാ ത്വലബി എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് അതിന് താഴെയായി എന്തൊക്കെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ മറ്റൊരു വിഷയം പഠിക്കാനുള്ളത് അൽ ഖസ്റാണ്. അൽ ഖസ്ർ എന്താണെന്ന് നമുക്ക് വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം. അൽ ഫസ്ലു വൽ വസൽ അടുത്തൊരു ഇനമാണ്. അൽ ഫസ്ലു വൽ വസൽ. ഈ ഒരു ഫസ്ലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഖസ്ർ സാധാരണ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതൊക്കെ അതിന്റെ ബേസിക് ആയ വിവരങ്ങളെ ഇതുവരെ ഖസറിലൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് വളരെ കുറച്ച് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. പിന്നെ അടുത്തത് അൽ ഇജാസു വൽ ഇത്നാബു വൽ മുസാവാത്ത്. ഇതും പലപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതൊക്കെ വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി നമുക്ക് ഈ ഒരു PSC എക്സാമിനാവട്ടെ അല്ലെങ്കിൽ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ പഠിക്കാനുള്ളത്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്, ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്ക് വിശദമായി ഇൻഷാ അല്ലാഹ് ഈ ഭാഗങ്ങളൊക്കെ പഠിക്കാവുന്നതാണ്. മറ്റൊരു ഭാഗം, രണ്ടാമത്തെ ഭാഗം ഇൽമുൽ ബയാനാണ്. ഇൽമുൽ ബയാനില് അത്തഷ്ബീഹ്, അതേപോലെ തന്നെ അൽ മജാസ്, അൽ കിനായ, അങ്ങനെ 3 ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ആശയമുണ്ട്. ആ ആശയത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നേർക്ക് നേരെ തന്നെ നമുക്ക് കേൾവിക്കാരന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളെങ്കിൽ ആ സ്റ്റുഡന്റിന് നമുക്ക് എന്ത് ചെയ്യാം, ആ ആശയത്തെ കുറിച്ച് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. അതുപോലെ അതിനെ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കാം. അതാണ് ഇപ്പൊ ഇൽമുൽ ബയാനിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്ന് വെച്ചാൽ ഒരാശയത്തെ വ്യത്യസ്ത ശൈലിയിലൂടെ അവതരിപ്പിക്കുക. അതാണ് ഇൽമുൽ ബയാനിൽ വരുന്നത്. അത് തഷ്ബീഹിലൂടെ എന്ന് വെച്ചാൽ ഉപമയിലൂടെ ആയിരിക്കും ചിലപ്പോൾ അവതരിപ്പിക്കുക. അതേപോലെ തന്നെ മജാസായിട്ട് ചിലപ്പോൾ നമുക്ക് ആ വിഷയത്തെ അവതരിപ്പിക്കാൻ പറ്റും. അതുപോലെ കിനായയിലൂടെ എന്ന് വെച്ചാൽ ആ വിഷയത്തെ നേർക്ക് നേരെ പറയാതെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ 3 രൂപത്തിൽ ഉള്ള വിഷയങ്ങളാണ് ഇൽമുൽ ബയാനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലിപ്പോ തഷ്ബീഹ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരും പഠിച്ച ഒരു ഭാഗമായിരിക്കും. അപ്പൊ ആ ഭാഗം നമുക്ക് കുറച്ചൊന്ന് പൊടിത്തട്ടി എടുക്കാനേ ഉണ്ടാവുള്ളൂ. എന്നാലോ ചോദ്യങ്ങൾ സാധാരണ ചോദിക്കുന്ന ഒരു ഭാഗം ആണ് ഈ ഒരു തഷ്ബീഹ് എന്ന് പറയുന്ന ഏരിയ. അതില് സിമ്പിളായ ചോദ്യങ്ങളെ വരാറുള്ളൂ. പക്ഷെ ചിലപ്പോ ഈ അറിയുന്ന ഭാഗമാണെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, അക്കസാമു തഷ്ബീഹുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. പക്ഷെ അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഒരു സമയമെടുത്ത്
ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിന്റെ മാർക്കുകൾ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അപ്പോ ഈ 3 ഭാഗങ്ങളാണ് ബയാനിൽ പഠിക്കാനുള്ളത്. പിന്നെ അടുത്തത് എൽമുൽ ബദീ ആണ്. എൽമുൽ ബദീ ആണ്. എൽമുൽ ബദീ എന്ന് പറഞ്ഞാൽ തന്നെ മന്ദറുൻ ബദീഅൻ എന്ന് പറഞ്ഞാൽ നല്ല പുതുമയുള്ള കാഴ്ച എന്നാണ് അതിനർത്ഥം, ഭാഷാപരമായ അർത്ഥം. അപ്പൊ എൽമുൽ ബദീ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്ക് ഒരു പുതുമയുള്ള അല്ലെങ്കിൽ ഒന്നുകൂടെ എന്താണ് ഭംഗിയുള്ള ഒരു കാര്യം എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോ ഒരു കലാമിനെ ഭംഗി കൂട്ടാനുള്ള വൈജ്ഞാനിക ശാഖ അല്ലെങ്കിൽ ഭംഗി കൂട്ടുന്ന കാര്യങ്ങൾ ആണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്, എൽമുൽ ബദീഇൽ ചർച്ച ചെയ്യുന്നത്. നമുക്കൊരു കലാമിനെ രണ്ട് രൂപത്തിൽ ഭംഗി കൂട്ടാം അല്ലെ. ഒന്ന് ഇപ്പോ പദപരമായി ഭംഗി കൂട്ടാം, അതുപോലെ തന്നെ ആശയപരമായിട്ടും ഭംഗി കൂട്ടാം. അത് രണ്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. എന്ന് വെച്ചാൽ മുഹസ്സിനാത്ത് അൽ ലഫ്ളിയ, പദപരമായ അലങ്കാരങ്ങൾ, അതുപോലെ തന്നെ അൽ മുഹസ്സിനാത്ത് അൽ മഅനവിയ, ആശയപരമായ അലങ്കാരങ്ങളും. അതില് മുഹസ്സിനാത്തുൽ ലഫ്ളിയയിൽ ജിനാസ്, സജ്അ, ഇഖ്തിബാസ്, അങ്ങനെ 3 ഇനങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലെ. അപ്പോ കഴിഞ്ഞ LP എക്സാമിന് ചോദിച്ച ആ ചോദ്യം നമ്മൾ അവിടെ കണ്ടു. അപ്പൊ അതില് ഇഖ്തിബാസ് എന്ന് പറഞ്ഞ ഒന്നാണ് ഓട് 1 ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാരണം മുഹസ്സിനാത്തുൽ മഅനവിയയിൽ പെടാത്തതാണ് ചോദിച്ചത്. അപ്പൊ അത് ഇഖ്തിബാസ് ആണ്. ഇനി എന്തുകൊണ്ട് അത് ഓട് 1 ആയി ചോദിച്ചാൽ അപ്പോ അത് ലഫ്ളിയയിൽ പെട്ടതാണ്, മഅനവിയയിൽ പെട്ടതാവട്ടെ ഇവിടെ ഈ കൊടുത്ത സംഗതികളാണ്. അത്തൗരിയ, അത്തിബാഖ്, അൽ മുഖാബല, ഹുസ്നു തഅലീൽ, ഉസ്ലൂബുൽ ഹക്കീം, പിന്നെ തഅക്കീദുൽ മദ്ഹി ബിമാ യുഷ്ബിഹു ദമ്മ, അതൊരു ഇനമാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റും അതാണ് വഅക്സുഹു എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ തഅക്കീദു ദമ്മ ബിമാ യുഷ്ബിഹുൽ മദ്ഹ് എന്ന് പറയുന്ന ഒരു ഇനം. അപ്പൊ ഇത്രയും ഇനങ്ങളാണ് നമുക്ക് മുഹസ്സിനാത്തുൽ മഅനവിയയിൽ പഠിക്കാനുള്ളത്. എന്താണ് ഇവ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നും അതേപോലെ തന്നെ ഇവക്ക് നമുക്ക് ഓർത്ത് വെക്കാവുന്ന ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എല്ലാം സിമ്പിളായി നമുക്ക് ആൻസർ ചെയ്യാം. കഴിഞ്ഞ കാല എക്സാമുകളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതൊക്കെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവാം. ഒരാളും എന്ത് ചെയ്യരുത്, ഇത് എനിക്ക് കഴിയാത്തൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത് നോക്കിയിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കരുത്. നാം മനസ്സിലാക്കുക, PSC എക്സാമിന് അത് ബലാഗ എന്നുള്ളതല്ല കേട്ടോ, ഏതൊരു വിഷയമാണെങ്കിലും നമ്മൾ ആ വിഷയത്തിൽ പരമാവധി മുന്നിലെത്താൻ നമ്മൾ ശ്രമിക്കണം. എങ്കിലേ നമ്മൾ PSCയുടെ ആദ്യ റാങ്കിലും എത്തുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ചില വിഷയങ്ങൾ ഇപ്പൊ തന്നെ ചിലരങ്ങ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും, ഇന്നാലിന്ന ഭാഗമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഉഷാറാക്കുക, ബാക്കി മറ്റതൊന്നും ഇപ്പൊ നോക്കിയിട്ട് കാര്യമല്ല, അത് തൽക്കാലം എന്ത് ചെയ്യുക, അവസാനം സമയം ഉണ്ടെങ്കിൽ നോക്കുക എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ തന്നെ നിർത്തിപ്പോയിക്കോളി. അതാണ് പറയാനുള്ളത്. കാരണം ഈ PSCക്ക് വേണ്ടി അല്പമൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് ശരിക്കും അറിയാം, നമ്മളിങ്ങനെ കൊതിപ്പിച്ച് കൊണ്ടുപോകും മുന്നോട്ട്. ഇപ്പോ ലിസ്റ്റില് ഷോർട്ട് ലിസ്റ്റിൽ വന്നു, അതേപോലെ തന്നെ മെയിൻ ലിസ്റ്റിലും വന്ന് ഇനിയിപ്പോ ഏതായാലും ഇപ്പൊ അടുത്ത് ഞാൻ ലിസ്റ്റിൽ ഉണ്ടാവും എന്ന് നമ്മളങ്ങനെ കൊതിപ്പിച്ച് നിർത്തി നമ്മളൊക്കെ എന്ത് ചെയ്യൂല, പഠിക്കൂല, അത്യാവശ്യമൊക്കെ ഞാൻ തിരക്കടില്ല എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അടുത്ത എക്സാം എഴുതുമ്പോഴും ഉണ്ടാവും അതേ രൂപത്തിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും, പക്ഷെ ജോലി കയറാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതെന്തേ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സിലബസിലുള്ള ഏത് ഭാഗങ്ങളിലും നമ്മളാവണം പുലികൾ, എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. എന്നാലും അത് സാധിക്കൂലേ? തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ കാല ബാച്ചുകളിൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഫോക്കസിൽ വന്ന് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ വന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം സർ എനിക്ക് അറബി പോലും ശരിക്കും അറിയില്ല, കാരണം ടച്ച് ഫുള്ള് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത ശേഷം അവർ PSC ലിസ്റ്റിൽ ഇപ്പോ ആദ്യ റാങ്കിൽ വന്ന് ജോലിയിൽ പ്രവേശിച്ച ആളുകൾ അൽഹംദുലില്ലാ കഴിഞ്ഞ കാലം നമ്മുടെ ബാച്ചിലുണ്ട്. അപ്പോ നമ്മളിപ്പോ സീറോയിലായിക്കോട്ടെ, എന്നാലും ഇനിയും നമ്മൾ ആ സീറോയിലേ നിൽക്കൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. മാറണമെന്ന് നമ്മൾ ചിന്തിക്കണം. അതനുസരിച്ച് മുന്നോട്ട് നമ്മൾ നീങ്ങിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പൊ അതിന് നിങ്ങൾ കൂടെ തന്നെ സഞ്ചരിക്കണം. ഒരുപക്ഷെ ഇപ്പോ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൊക്കെ ചിലപ്പോ ആദ്യത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. എന്താ വെച്ചാൽ ചിലര് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്ക് ചാറ്റ് ബോക്സിൽ അവിടെ ആൻസറുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഓരോരുത്തർ വിടുന്നതാണുമ്പോ അപ്പൊ തന്നെ ചിലര് ഷോക്കായി ഉണ്ടാവും. പടച്ചോനെ, ഇവരോടൊക്കെ ഇപ്പൊ ഞാൻ മത്സരിച്ചിട്ട് എന്താ, അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും.
പക്ഷെ അങ്ങനെ വിചാരിച്ച ആളുകൾ തന്നെയാണ് കഴിഞ്ഞ കാലം നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ. ഇപ്പൊ അവര് ആൻസർ ചെയ്യുന്നത്, അവരും എന്ത് ചെയ്തു, കുറച്ച് സമയം ചെലവഴിക്കാൻ സന്നദ്ധരായി. അവർ പഠിച്ചു. അൽഹംദുലില്ലാഹ് ഇന്ന് അവര് മുന്നിലാണ്. നാളെ ഒരു പക്ഷെ അവരെ പിന്തള്ളിക്കൊണ്ട് നിങ്ങൾ മുന്നിലെത്തും. അതിനെന്ത് വേണം? നമ്മൾ ഓരോ ദിവസവും പരമാവധി സമയം ചെലവഴിക്കേണ്ടത് ഈ ഒരു പഠനവുമായി ബന്ധപ്പെട്ട മേഖലയിലാവണം. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മുമ്പിലെത്തുള്ളൂ എന്നുള്ളത് പ്രത്യേകമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താണ്. ഞാൻ അന്നിങ്ങനെ കുറച്ച് സാവധാനം പറയുന്നത്, ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് പലത് ഇങ്ങനെ ചേർത്ത് പറയുന്നത് എന്താ വെച്ചാൽ, പല തരത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എല്ലാവരെയും പരിഗണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സ് ഫ്രീ ആക്കിയിട്ട്, എന്നാൽ നമ്മുടെ ലക്ഷ്യം വളരെ പ്രധാനമാണ് എന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കൂടെ തന്നെ സഞ്ചരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. ശരി, തവാഫുഖുൽ ഫാസിലത്തൈനി ഫിൽ ഹർഫിൽ അഖീർ. ഇതും ഈ അവസാനം കഴിഞ്ഞ LP അറബിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 2025 LP അറബിക് എക്സാമിന് ഒരുപക്ഷെ നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത ഒരു എക്സാമും കൂടിയായിരിക്കും. ഓക്കെ, സിമ്പിൾ ആയൊരു ചോദ്യമാണ്. ആർക്ക്? ഇത് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അല്ലാത്തവർക്ക് ഇത് സിമ്പിൾ അല്ല, അല്ലെ? എന്നാലോ ഇനി അറിയുന്ന നമ്മളെന്ന് വിചാരിക്കുക, ഇത് നമുക്ക് ജനിക്കുമ്പോഴേ അറിയുന്ന കാര്യമാണോ? അല്ല. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അറിയുന്ന കാര്യമാണോ? ഒരുപക്ഷെ അപ്പോഴും ആവില്ല. ഒരുപക്ഷെ നമ്മൾ ബലാഗ പഠിച്ച് നമ്മളെ ഡിഗ്രി പാസ്സായിട്ടുണ്ടാവും, അതേപോലെ തന്നെ പ്രിലിമിനറി പാസ്സായിട്ടുണ്ടാവും. അപ്പോഴും നമുക്ക് ഒരുപക്ഷെ ഇത് അത്ര തന്നെ ക്ലിയർ ആയി അറിഞ്ഞോളന്നില്ല. എന്നാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് പല തവണ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് വായിച്ച സമയത്തായിരിക്കും നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. ഇത് നമുക്ക് അറിയുന്നുവെങ്കിൽ ഇതേപോലെ നമ്മൾ ഈ സിലബസിലുള്ള, അത് GK അടക്കമുണ്ടോ ഞാൻ പറയുന്നത്, GK നമുക്ക് പലരും നമ്മൾ എന്ത് ചെയ്യും, അത് മാറ്റി വെക്കും. അതിലപ്പുറം ഈ എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ഒരു ചേഞ്ച് നമ്മിൽ ഉണ്ടാവണം. GKയിൽ നിന്നും എനിക്ക് എത്തിപ്പിടിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടെത്തും എന്ന രൂപത്തിൽ തന്നെയാവണം ഇനി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോവേണ്ടത്. അതിൽ ചിലപ്പോൾ എല്ലാം നമുക്ക് ഒരു പക്ഷേ ഫോളോ ചെയ്യാൻ GKയിൽ ചിലപ്പോൾ സാധിച്ചോളുന്നില്ല, എന്നാലും നമുക്ക് എത്തിപ്പിടിക്കാവുന്ന പല ഭാഗങ്ങളും ഉണ്ടാവും, അല്ലെ? ഇപ്പൊ 20 മാർക്കിൽ ഒരു 10 മാർക്കെങ്കിലും നമ്മൾ സ്കോർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അറബിക് ആ ഒരു റാങ്ക് ലിസ്റ്റിലെ ആദ്യ ഭാഗത്ത് നമ്മൾ ഇടം പിടിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ തവാഫുഖുൽ ഫാസിലത്തൈനി ഫിൽ ഹർഫിൽ അഖീർ എല്ലാവരും ആൻസർ ചെയ്തത് കറക്റ്റ് ആണ്. സജ്ജ ആണ്. അപ്പൊ നേരത്തെ നമ്മൾ ഇൽമുൽ ബദീഇലെ മുഹസ്സിനാത്തുൽ ലഫ്ലിയയിലെ ഒരു ഇനമായി നമ്മൾ നേരത്തെ കണ്ടതാണ് സജ്ജ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സജ്ജ? ഇവിടെ തന്നെ പറഞ്ഞതുപോലെ തവാഫുഖുൽ ഫാസിലത്തൈൻ, 2 ഫാസിലകൾ യോജിക്കുക. എന്തില്? ഫിൽ ഹർഫിൽ അഖീർ, അവസാനത്തെ ഹർഫിൽ. അവസാനത്തെ ഹർഫിൽ 2 ഫാസിലകൾ യോജിക്കുക, അതാണ് സജ്ജ എന്ന് പറയുന്നത്. അപ്പൊ അത് അറിയാത്ത ആളുകൾ ഉണ്ടാവും, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിനു മുമ്പ് ഒരു ചോദ്യവും കൂടെ നോക്കാം. കേട്ടത്തിന് മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇവിടെ ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. ഈ പ്രാർത്ഥന എന്തിനുള്ള മിസാലാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അല്ലാഹുമ്മ അഹ്യിന ഫിദ്ദുനിയ മുഅ്മിനീന ത്വാഈൻ വതവഫന മുസ്ലിമീന തായിബീൻ. ഇതാണ് പ്രാർത്ഥന. ഹാദ ദുആഉ മസലുൻ ലി. ഈ ദുആ മസലാണ്. എന്തിനുള്ള മസലാണ്? കിനായ, ഇസ്തിആറ, ഇഖ്തിബാസ്, സജ്അ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത്. ശരിയാണ്. ഞാൻ ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പ്രയാസപ്പെടേണ്ടതില്ല, ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, 2 സെന്റൻസുകളാണ് ഈ പ്രാർത്ഥനയിൽ ഉള്ളത്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഭാഗം അല്ലാഹുമ്മ അഹ്യിന ഫിദ്ദുനിയ മുഅ്മിനീന ത്വാഈൻ, രണ്ടാമത്തെ ഭാഗം വതവഫന മുസ്ലിമീന തായിബീൻ. അപ്പൊ ഇവിടെ ഈ ആൻസർ കാണിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ത്വാഈൻ, തായിബീൻ, ഈ 2 പദങ്ങൾ അവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ സെന്റൻസുകളുടെ അവസാനത്തെ കലിമത്തുകളാണ് ഈ 2 പദങ്ങളും. ഒന്നാമത്തെ സെന്റൻസിന്റെ അവസാനത്തെ കലിമത്താണ് ത്വാഈൻ, രണ്ടാമത്തെ കലിമത്തിന്റെ അവസാനത്തെ കലിമത്താണ് എന്ത്, തായിബീൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ജുംലയുടെ അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ അവസാനത്തെ കലിമത്തിനാണ് ഫാസിലത്ത് എന്ന് പറയാം. ഫാസിലത്ത് എന്ന് വെച്ചാൽ ഈ ഒരു ഉദാഹരണം നോക്കാം നമുക്കിവിടെ.
അൽ ഹുർറു ഇദാ വഅദ വഫ വ ഇദാ അആന കഫ വ ഇദാ മലക അഫ. നോക്കൂ, സിമ്പിളായ 3 സെന്റൻസുകളാണ് ഈ ഒരു വാചകത്തിലുള്ളത്. ഒന്നാമത്തെ സെന്റൻസ് അൽ ഹുർറു ഇദാ വഅദ വഫ. രണ്ടാമത്തെ സെന്റൻസ് വ ഇദാ അആന കഫ വ ഇദാ മലക അഫ. അങ്ങനെ 3 സെന്റൻസുകൾ. ഈ 3 സെന്റൻസിന്റെയും അവസാനത്തെ പദങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് വഫ, രണ്ടാമത്തേത് കഫ, മൂന്നാമത്തേത് അഫ. അല്ലെങ്കിൽ 3 കലിമത്തുകൾ നമുക്ക് ഓരോന്നിന്റെയും അവസാനത്തിൽ കാണാം. ഈ അവസാനത്തെ കലിമത്തിനാണ് ഫാസിലത്ത് എന്ന് പറയുന്നത്. ഫാസിലത്ത്. ആ ഫാസിലത്തിന്റെ അവസാനത്തെ ഹറഫ് യോജിച്ചു വരിക. അപ്പൊ ഇവിടെ നോക്കൂ, ഫ എന്ന് ഓരോന്നിലും അവസാനം യോജിച്ചു വന്നു. മറ്റോടത്താണെങ്കിൽ അവിടെ ത്വാഇഈൻ, അതേപോലെ താഇബീൻ എന്നുള്ള രണ്ടും അവസാനത്തെ ഹറഫ് അവിടെ യോജിച്ചു വന്നു. ഇങ്ങനെ ഒന്നിലധികം സെന്റൻസ് ഉണ്ടാവണം. 2 ആവാം, 3 ആവാം, 4 ആവാം, എത്രയും സെന്റൻസ് ആവാം. പക്ഷെ അതിന്റെ അവസാനം ഇതേപോലെ എന്ത് ചെയ്യുക? ആ ഫാസിലകളുടെ അവസാനത്തെ ഹറഫിൽ യോജിച്ചു വരിക. അതിനാണ് എന്ത് പറയുന്നത്? സജ്അ എന്ന് പറയുന്നത്. അപ്പൊ താരീഫ് ഒന്നുകൂടെ നോക്കാം. തവാഫുഖുൽ ഫാസിലത്തൈനി ഫിൽ ഹറഫിൽ അഖീർ. 2 ഫാസിലകൾ അവസാനത്തെ ഹറഫിൽ എന്ത് ചെയ്യുക? യോജിച്ചു വരിക. ഇതിനാണ് സജ്അ എന്ന് പറയുന്നത്. അപ്പോ സജ്അ ഉണ്ടാവണമെങ്കിൽ മിനിമം 2 ഫാസിലകൾ ഉണ്ടാവണം എന്നർത്ഥം. അത് കൂടുകയാണെങ്കിൽ ഇപ്പൊ അതേപോലെ 3 എണ്ണം ആവാം, ഇനി 4, 5, 6 എത്രയും ആവാം. അപ്പൊ അതിന്റെ ഒക്കെ അവസാനം അതേപോലെ യോജിച്ചു വന്നാൽ ആ പദങ്ങളൊക്കെ അതേപോലെ എന്തായിരിക്കും? സജ്ആയി വരുന്ന പദങ്ങളായിരിക്കും. അല്ലെ? ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മക്കിയായ സൂറത്തുകൾ, ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ എടുത്തു നോക്കിയാൽ അതിന്റെയൊക്കെ അവസാനം അതേപോലെ നമുക്കിങ്ങനെ ഈ ഒരു യോജിച്ച് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഇതേപോലെ സജ്അനുള്ള ഉദാഹരണമായിട്ട് ഇതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുമെന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇതാണ് സജ്അ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇതും അതേ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. PSC 2025 LP അറബിക് എക്സാമിന് ചോദിച്ചതാണ്. മാ ഹുദിഫത് മിൻഹുൽ അദാതു വവജ്ഹു ശബഹ് ഹുവ. ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് അല്ല കേട്ടോ. എന്ന് വെച്ചാൽ ബലാഗ എന്ന് പറയുന്ന വിഷയം ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ വേറെ ക്ലാസ് വരും. ഇന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ PSC എക്സാമുകൾക്ക് ചോദ്യം വന്ന രൂപം എന്ന് മനസ്സിലാക്കാൻ അവസാനം കഴിഞ്ഞ PSC LP അറബിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഇൽമുൽ ബലാഗയിലെ ക്വസ്റ്റ്യൻസിലൂടെ അങ്ങനെ കടന്നു പോകുന്നത് എന്ന് മാത്രം. ഓക്കെ, അപ്പോ എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ ഡി ആണ് തശ്ബീഹുൽ ബലീഗ്. എന്ന് വെച്ചാൽ അദാത്തും വജ്ഹു ശബഹും കളയപ്പെട്ട തശ്ബീഹ്, അതിനാണ് തശ്ബീഹുൽ ബലീഗ് എന്ന് പറയുന്നത്. അല്ലെ? ബലാഗത്തുള്ള തശ്ബീഹ് എന്നർത്ഥം. ബലാഗത്തുള്ള തശ്ബീഹ്. ശരി, വേറൊരു ചോദ്യം നോക്കാം. ഒരു നെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ അർക്കാനു തശ്ബീഹി ഹിയ. അർക്കാനു തശ്ബീഹ് ഹിയ എത്രയാണ് എന്നുള്ളതാണ്. സലാസത്തുൻ, അർബഅത്തുൻ, ഖംസത്തുൻ, സിത്തത്തുൻ. ഓക്കെ, അർബഅത്താണ് അല്ലെ? 4 എണ്ണമാണ് അർക്കാനു തശ്ബീഹ്. അപ്പൊ ഒരു തശ്ബീഹിന്റെ റുക്നുകൾ എന്നർത്ഥം. ഒരു തശ്ബീഹിന്റെ റുക്നുകൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അർബഅത്തുൻ, 4 എണ്ണമാണ്. അപ്പോ തശ്ബീഹുമായി ബന്ധപ്പെട്ട 2 ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ വന്നത്. ഒന്നിപ്പോ അദാത്തും വജ്ഹു ശബഹും കളയപ്പെട്ട തശ്ബീഹിന് തശ്ബീഹുൽ ബലീഗ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഒരു തശ്ബീഹിന്റെ റുക്നുകൾ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ആർക്കെങ്കിലും ഇത് അറിയാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായ ഒരു ഉദാഹരണത്തിലൂടെ, എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? ഉപമ നടത്താറുണ്ട് അല്ലെ? ഉപമ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് നമ്മളൊരു വിഷയം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ വിഷയം അയാൾക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപമിക്കാറുള്ളത്. അപ്പോ ഇന്ന കാര്യം ഇന്നതിനെ പോലെയാണ്. അതേപോലെ തന്നെ ഒരാൾക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതുപോലെ എന്ന് പറഞ്ഞ് നമ്മൾ സാധനത്തെ ഒരു ഉദാഹരണമായി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതേപോലെ ഉപമ നടത്തുക എന്നുള്ളതാണ് തശ്ബീഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഉപമ നടത്തുമ്പോൾ അവിടെ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഇവിടെ മുഹമ്മദിനെ ഒരാൾ എന്ത് ചെയ്യുന്നു? ധീരതയിൽ സിംഹത്തോട് ഉപമിക്കാണ്. അപ്പൊ പറയാണ് മുഹമ്മദുൻ
കൽ അസദി ഫി ഷജാഅ. അപ്പൊ അവിടെ എന്തൊക്കെയുണ്ട്? മുഹമ്മദ് അവിടെ ഉണ്ട്. അതേപോലെ എന്തിനോടാണ് ഉപമിക്കുന്നത്? അസദിനോടാണ് ഉപമിക്കുന്നത്. ഏത് വിഷയത്തിലാണ് ഉപമിക്കുന്നത്? ധീരതയിൽ അഥവാ ഷജാഅത്തിലാണ് ഉപമിക്കുന്നത്. പിന്നെ ഉപമിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഉപമാവാചകം അഥവാ ഒരു അദാത്തു തഷ്ബീഹ് അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അതാണ് കാഫ്. മുഹമ്മദുൻ കൽ അസദി, മുഹമ്മദ് സിംഹത്തെ പോലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ കാഫ് ഉപയോഗിച്ചു. അപ്പൊ അവിടെ മുഹമ്മദ് ഉണ്ട്, കാഫും ഉണ്ട്, അസദും ഉണ്ട്, ഷജാഅത്തും ഉണ്ട്. അതിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഷബ്ബഹാണ്. കാരണം മുഹമ്മദിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപമിക്കുന്നത്. പിന്നെയോ അദാത്തു തഷ്ബീഹാണ് എന്ത്? കാഫ് എന്ന് പറയുന്നത്. എന്തിനോടാണ് ഉപമിക്കുന്നത്? അസദിനോടാണ് ഉപമിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ മുഷബ്ബഹ് ബിഹി എന്ന് പറയുന്നത്. ഏത് വിഷയത്തിലാണ്? ഫിഷജാഅ, അഥവാ ഷജാഅത്തിലാണ് നമ്മൾ മുഹമ്മദിനെ ഉപമിക്കുന്നത്. അതിനാണ് ഏത് വിഷയത്തിലാണോ നമ്മൾ ഉപമ നടത്തുന്നത്, അഥവാ ഈ മുഷബ്ബഹിലും മുഷബ്ബഹ് ബിഹിയിലും പൊതുവായി കിടക്കുന്ന വിശേഷണം, അതിനാണ് എന്ത് പറയുന്നത്? വജ്ഹു ഷബഹ് എന്ന് പറയുന്നത്. ഈ 4 വിഷയങ്ങൾക്കാണ് നേരത്തെ ആ ചോദ്യത്തിൽ എന്ത് ചോദിച്ചത്? അർക്കാനു തശ്ബീഹ് എന്ന് ചോദിച്ചുള്ളത്. അപ്പൊ എത്രണ്ണാണ്? 4 എണ്ണമാണ്. ഓക്കെ, അർക്കാനു തശ്ബീഹി അർബഅ. ഇനിയോ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ടത് 2 കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും. അത് രണ്ടും ഉണ്ടെങ്കിലേ എന്തുള്ളൂ? തശ്ബീഹ് ഉള്ളൂ. എന്ന് വെച്ചാൽ മുഹമ്മദുൻ അസദുൻ എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ അവിടെ എന്തായി? തശ്ബീഹായി. മുഹമ്മദ് അസദാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം കേൾക്കുന്ന ആൾക്ക് അറിയാം, മുഹമ്മദ് സിംഹത്തെ പോലെയാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം. മാത്രമല്ല, അപ്പൊ മുഹമ്മദ് നല്ല ധീരനാണ് എന്നാണ് ഇപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കേൾക്കുന്ന ആൾക്ക് എന്താവും? ബോധ്യാവും. അല്ലെ? ഞാന് ഇന്ന് പള്ളിയിൽ ഒരു ബഹർ പ്രസംഗിക്കുന്നത് കണ്ടു എന്നിപ്പോ ഒരാൾ പറയാണ്. അപ്പോ അവിടെ പിന്നെ ഞാനൊരു ആള് അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ അല്ലെങ്കിൽ നല്ല ഒരു ഇമാമ് ഖത്തീബ് പ്രസംഗിക്കുന്നത് കണ്ടു എന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ള ആ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത്. അപ്പൊ കേൾക്കുന്ന ആൾക്കവിടെ മനസ്സിലായി എന്ത് ചെയ്യണം? ആ ബഹർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തിയെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കേൾക്കുന്ന ആൾക്ക് എന്തായിരുന്നു മനസ്സിലാവും. അപ്പൊ അവിടെ വിഷയം പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്കവിടെ ഈ ഒരു ഉപമ തശ്ബീഹ് മനസ്സിലാക്കാൻ പറ്റുമെന്നർത്ഥം. അതുപോലെ തന്നെ അദാത്തു തശ്ബീഹ് പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്കവിടെ തശ്ബീഹ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നിർബന്ധമായും ഉണ്ടാവേണ്ടത് 2 കാര്യങ്ങളാണ്, മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തശ്ബീഹ് നടക്കുള്ളൂ. അദാത്തു തശ്ബീഹും വജ്ഹു ഷബഹും ഇല്ലെങ്കിലും എന്ത് നടക്കും? തശ്ബീഹ് നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അദാത്ത് പറഞ്ഞാൽ ആ തശ്ബീഹിന്റെ പേര്, അദാത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ തശ്ബീഹിന് മറ്റൊരു പേര്, വജ്ഹു ഷബഹ് ഉണ്ടെങ്കിൽ ആ തശ്ബീഹിനൊരു പേര്, വജ്ഹു ഷബഹ് ഇല്ല എങ്കിൽ ആ തശ്ബീഹിനൊരു പേര്. എന്ന് വെച്ചാൽ ഈ അദാത്തു തശ്ബീഹിനെയും വജ്ഹു ഷബഹിനെയും ബേസ് ചെയ്തിട്ട് തശ്ബീഹിനെ വ്യത്യസ്ത കിസ്മുകളാക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ നേരത്തെ ആ ചോദ്യത്തിൽ കണ്ട ഒരു ചോദ്യം നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ അദാത്തും വജ്ഹു ഷബഹും കളയപ്പെട്ട തശ്ബീഹിന് എന്താണ് പറയാന്നാണ് ചോദിച്ചിരുന്നത്. തശ്ബീഹുൽ ബലീഗ് നമ്മൾ പഠിച്ചു. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് ഒരൊറ്റ സ്ലൈഡിലൂടെ തന്നെ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ അദാത്ത് പറയപ്പെട്ട തശ്ബീഹിനെ അത്തശ്ബീഹുൽ മുർസൽ എന്ന് പറയും. അതുപോലെ തന്നെ അതിന്റെ ഉദാഹരണം എങ്ങനെ പറയാം? ഹുവ കൽ ബഹരി, ഹുവ കൽ ബഹരി എന്ന് പറയുമ്പോൾ അദാത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്തശ്ബീഹുൽ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ മാ ദുക്കിറ ഫീഹി വജ്ഹു ഷബഹ്, വജ്ഹു ഷബഹ് പറയപ്പെട്ട തശ്ബീഹ്. അപ്പൊ വജ്ഹു ഷബഹ് എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തും, എന്ന് വെച്ചാൽ മുഷബ്ബഹിലും മുഷബ്ബഹ് ബിഹിയിലും പൊതുവായി കിടക്കുന്ന ഘടകങ്ങൾക്കാണെന്ന് പറയുന്നത് വജ്ഹു ഷബഹ് എന്ന് പറയുന്നത്. അല്ലെ? അപ്പോ അതുള്ള തശ്ബീഹ് എന്ന് പറയുമ്പോൾ അൽ കിതാബു കൽ ഉസ്താദി ഫിൽ ഹിദായത്തി. ഫിൽ ഹിദായ, ഹിദായത്ത് നൽകുന്ന വിഷയത്തിൽ കിതാബ് ഉസ്താദിനെ പോലെയാകുന്നു എന്നാണ് ഇപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? തശ്ബീഹ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അവിടെ ഫിൽ ഹിദായ എന്നുള്ളത് അവിടെ പറഞ്ഞു. അപ്പോ വജ്ഹു ഷബഹ് പറഞ്ഞ തശ്ബീഹാണോ അതിനെ നമ്മൾ എന്ത് പറയും? അത്തശ്ബീഹുൽ മുഫസ്സൽ എന്നാണ് പറയാ. അപ്പൊ രണ്ടും ഇവിടെ പറയപ്പെട്ടതിന്റെ രൂപം നമ്മൾ പഠിച്ചു. അദാത്ത് പറയപ്പെട്ടാൽ മുർസലാണ്, അതുപോലെ വജ്ഹു ഷബഹ് പറയപ്പെട്ടാൽ മുഫസ്സലുമാണ്.
ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റുകൾ എന്ന് വെച്ചാൽ അദാത്ത് കളയപ്പെട്ടാൽ അതിനെന്ത് പറയും? തശ്ബീഹുൽ മുഅക്കദ് എന്നാണ് പറയാ. അപ്പോ മാ ഹുദിഫത് മിൻഹു അൽ അദാത്ത്. അപ്പോ ഹുവ ബഹറുൻ ഫിൽ ഹിദായത്തി എന്ന് പറഞ്ഞാൽ എന്തായി? അദാത്തു തശ്ബീഹ് കളയപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തശ്ബീഹുൽ മുഅക്കദാണ്. മുഹമ്മദുൻ നമിറുൻ ഫിഷ് ശജാഅ എന്ന് പറയാം. അപ്പൊ അവിടെ മുഹമ്മദുൻ കന്നമിരി എന്നാണ് താല്പര്യം. പക്ഷെ അവിടെ അദാത്ത് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് പുലിയാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തില്? ധീരതയിൽ. ഓക്കെ. അപ്പോ അദാത്ത് പറയാത്തത് കൊണ്ട് അത് തശ്ബീഹുൽ മുഅക്കദാണ്. അതോടൊപ്പം ഇത് എന്തിനു കൂടിയുള്ള ഉദാഹരണമായിരിക്കും? മുകളിൽ നമ്മൾ പറഞ്ഞു വജ്ഹു ശബഹ് പറയപ്പെട്ട തശ്ബീഹ്, അതെന്താണ്? മുഫസ്സലാണ്. അപ്പൊ മുഫസ്സലിനോട് കൂടിയുള്ള ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. അത് നമുക്ക് ഇതിനോട് ചേർത്ത് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. പിന്നെ അവിടെ മുഅക്കദ് എന്തെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ ഒരു ഉദാഹരണം അവിടെ കൊടുത്തു എന്ന് മാത്രം. അപ്പൊ അതോടുകൂടെ അത് വജ്ഹു ശബഹ് പറയപ്പെട്ട തശ്ബീഹ് ആയതുകൊണ്ട് തശ്ബീഹുൽ മുഫസ്സൽ ആണ് എന്നുള്ളത് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് മനസ്സിലാക്കണം. പിന്നെ തശ്ബീഹുൽ മുജ്മൽ. മുജ്മൽ എന്ന് വെച്ചാൽ അവിടെ വജ്ഹു ശബഹ് കളയപ്പെട്ട തശ്ബീഹിനാണ് തശ്ബീഹുൽ മുജ്മൽ എന്ന് പറയാം. അപ്പോ മുഹമ്മദുൻ കന്നമിരി എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി. അപ്പൊ അവിടെ ഫിഷ് ശജാഅ എന്ന ആ ഒരു വജ്ഹു ശബഹ് പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനെന്താണ് പേര്? തശ്ബീഹുൽ മുജ്മൽ എന്നാണ് പറയാ. കലാമുഹു കൽ അസ്ലി, അവന്റെ സംസാരം തേനിനെ പോലെയാണ് എന്ന് പറയാം. അപ്പോ അത് ഏത് വിഷയത്തിലായിരിക്കും? അവൻ അങ്ങോട്ട് സംസാരിച്ചാ പിന്നെ ആ സംസാരത്തിനോട് കൂടെ നമ്മൾ അങ്ങോട്ട് പോകും, അല്ലെ? തേനിനെ പോലെ വെച്ചാൽ അത്രയും മാധുര്യമുള്ളതാണ് എന്നർത്ഥം. അപ്പോ ടേസ്റ്റിലാണ് ആ പറഞ്ഞിട്ടുള്ളത്. അത്രയും ആസ്വാദ്യകരമായ സംസാരമാണ് അദ്ദേഹത്തിൻ്റെത് എന്നർത്ഥം. തേനിനെ പോലെയാണ്. പക്ഷെ ഏത് വിഷയത്തിൽ എന്ന് അവിടെ പറഞ്ഞില്ല. ഇങ്ങനെയുള്ള തശ്ബീഹിനാണ് അത്തശ്ബീഹുൽ മുജ്മൽ എന്ന് പറയുന്നത്. അത്തശ്ബീഹുൽ ബലീഗ്, അതാണ് നേരത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടത്. എന്നുവെച്ചാൽ അവിടെ രണ്ടും കളയപ്പെട്ടത്. അപ്പോ അത് ഏതിന്റെ മിശ്രിതമായിരിക്കും? അത്തശ്ബീഹുൽ മുഅക്കദ് പ്ലസ് അത്തശ്ബീഹുൽ മുജ്മൽ. അതിനാണ് എന്ത് പറയുന്നത്? അത്തശ്ബീഹുൽ ബലീഗ് മാ ഹുദിഫത് മിൻഹുൽ അദാത്തു വവജ്ഹു ശബഹ്. ഏതുപോലെ? അൽ ഇൽമു നൂറുൻ എന്ന് പറയുന്ന പോലെ അവിടെ അദാത്തും ഇല്ല, വജ്ഹു ശബഹും ഇല്ല. പിന്നെ കലാമുഹു അസ്ലുൻ എന്ന് പറയുകയാണെങ്കിൽ അതെന്തിനുള്ള ഉദാഹരണമാണ്? ബലീഗനുള്ള ഉദാഹരണമാണ്. അവിടെ അദാത്ത് പറഞ്ഞിട്ടില്ല. മുഹമ്മദുൻ നമിറുൻ, അൽ കിതാബു ഉസ്താദുൻ, ഹുവ ബഹറുൻ. അല്ലെ? എങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് തശ്ബീഹ് ബലീഗായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ വജ്ഹു ശബഹും അദാത്തും ഇല്ലാത്തത്, അദാത്തു തശ്ബീഹും ഇല്ലാത്ത തശ്ബീഹ്. അപ്പോ തശ്ബീഹുൽ ബലീഗ് എന്ന് പറഞ്ഞാൽ അത്തശ്ബീഹുൽ മുഅക്കദ് പ്ലസ് അത്തശ്ബീഹുൽ മുജ്മൽ എന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് വിഷയവും, ഇപ്പൊ ബലാഗയിലുള്ള എന്നല്ല, നമുക്ക് ഈ സിലബസിൽ വരുന്ന ഏത് ഭാഗങ്ങളാണെങ്കിലും നമ്മൾ കൃത്യമായി അല്പം ഒരു സമയമെടുത്ത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇനിയിപ്പോ ബലാഗയിൽ ഇതേപോലെ തന്നെയാണ് നമുക്ക് മജാസ്, ഹിനായ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും പഠിക്കാനുള്ളത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദമായി തന്നെ പഠിക്കാം. ആരും എന്ത് ചെയ്യേണ്ടില്ല, ടെൻഷൻ ആവേണ്ടതില്ല എന്നുള്ളതാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സമയം ചെലവഴിക്കുക തന്നെ വേണം. അത് പ്രത്യേകമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ള കാര്യമാണ്. ഓക്കെ. ഹുവൽ കലാമുൽ മൗസൂനുൽ മുഖഫ. അടുത്തൊരു ചോദ്യം ഈ ഒരു PSC എക്സാമിന് തന്നെ, അഥവാ LP അറബിക് 2025 തന്നെ ചോദിച്ച ചോദ്യമാണിത്. ഇത് 2-3 രൂപത്തിൽ ഈ ചോദ്യം വരാറുണ്ട്. ഒന്ന്, ഇതൊരു ഇവിടെ താഴെ കൊടുത്തതിൽ ഒന്നിന്റെ നിർവചനമാണ്. അതെ, എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ ബി ഷിയാർ, അല്ലെ? കവിതയുടെ നിർവചനമായിട്ട് പൗരാണിക കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു നിർവചനാണത്. എന്ന് വെച്ചാൽ വസ്നും കാഫിയയുമുള്ള കലാമിനാണ് എന്ത് പറയുന്നത്? ഷിയാർ എന്ന് പറയുന്നത്. ആരാണ് ഇത് ഇങ്ങനെ നിർവചിച്ചിട്ടുള്ളത്? ഇങ്ങനെ അറബിയിൽ കവിതയെക്കുറിച്ച് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആരാണ് ഇങ്ങനെ നിർവഹിച്ചത്? അശ്ശിഅറു ഹുവ അൽ കലാമുൽ മൗസൂനുൽ മുഖഫ എന്ന് നിർവഹിച്ചിട്ടുള്ളത്. അതെ, ഖുദ്ദാമ, അല്ലെ?
കുഞ്ചൽ അബ്ബാസി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഒരു നാഖിദാണ്, അഥവാ നിരൂപകനാണ് ആര്? ഖുദ്ദാമത്ത് ഇബ്നു ജഅഫർ. അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? ഖുദ്ദാമത്ത് ഇബ്നു ജഅഫർ ഏത് നാട്ടുകാരനാണ്? വേഗം പറ്റേ ആൻസർ ഇട്ട് പറ്റേ, അങ്ങനൊന്നും പറഞ്ഞാൽ പോരാ. കഴിഞ്ഞ ബാച്ചിലുള്ള ആളുകൾ വേഗം ആൻസർ പറയട്ടെ. ഖുദ്ദാമത്ത് ഇബ്നു ജഅഫർ ബസ്റ. ഓക്കെ, ബസ്റ എന്ന് പറയുന്നു. ഇല്ല, ഓക്കെ, യെസ്, യമന് പറയുന്നു. ബസറക്കാരാണ് കൂടുതൽ ആളുകൾ. ഒരാൾ മാത്രമാണ് ബഗദാദ് പറഞ്ഞത്. അപ്പോ ആ ബഗദാദ് പറഞ്ഞ ആൾക്ക് എല്ലാവരും ഒരു കയ്യടി മനസ്സുകൊണ്ട് കൊടുത്തോളി. ഓക്കെ, ബഗദാദാണ്. അപ്പോ അതിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സാഹിത്യകാരന്മാരെ, ഉദബാക്കളെ ജാഹിലി കാലഘട്ടം മുതൽ പഠിക്കുമ്പോ തന്നെ പേര് പഠിക്കുമ്പോൾ കൂടെ തന്നെ എന്ത് ചെയ്യാം, എന്തൊക്കെ ചേർത്ത് നമുക്ക് പഠിക്കാൻ പറ്റുമോ അത് ചേർത്ത് പഠിക്കുക. ഖുദ്ദാമത്ത് ഇബ്നു ജഅഫർ അൽ ബഗ്ദാദി, അങ്ങനെയാണ് പഠിച്ചു വെച്ചാൽ പിന്നെ അത് മറക്കൂല. ഏതുപോലെ ആദ്യം തന്നെ മിക്കവാറും നമ്മൾ പഠിക്കുന്ന ആളാണ് ആര്? ജുന്ദുഹ് ഇബ്നു ഹുജർ അൽ ഹിന്ദി അൽ യമനി. അതാരാള്? ഇമ്രുൽ ഖൈസ്. അപ്പം ഇമ്രുൽ ഖൈസിനെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇമ്രുൽ ഖൈസ് ജുന്ദുഹ് ഇബ്നു ഹുജർ അൽ ഹിന്ദി അൽ യമനി എന്നാണ് പഠിച്ചു വെച്ചാൽ അദ്ദേഹത്തിന്റെ അസ്ലി യമനാണ്. അവിടുത്തെ കിന്ദ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഗോത്രം. അതുപോലെ തന്നെ പേരെന്താണ്? ജുന്ദുഹ് ഇബ്നു ഹുജർ ആണ്. അപ്പൊ അതോടുകൂടി ജുന്ദുഹ് എന്നുള്ളത് പേര് ഇബ്നു ഹുജർ എന്ന് വെച്ചാൽ ഹുജർ ഇബ്നുൽ ഹാരിസ് ആണ് അദ്ദേഹത്തിന്റെ പിതാവ്. അപ്പൊ ഇങ്ങനെ ഒരേ കുറെ മാലൂമാത്തുകൾ, ഒരാളുടെ പേര് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരൊറ്റ വാചകമായി ആ വാചകത്തിൽ എന്തൊക്കെ ചേർത്ത് നമുക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് പല ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോ PSCക്കുള്ള പഠനം എന്ന് പറഞ്ഞാൽ കുറെ വാരി വലിച്ച് പഠിക്കുക എന്നതിലപ്പുറം ഏതൊക്കെ ട്രിക്കുകളിലൂടെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ ആ രൂപത്തിൽ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഒരുപക്ഷെ ഇവിടെ ക്ലാസ് എടുക്കുന്ന അധ്യാപകരെക്കാളും എക്സ്പേർട്ടായ നല്ല കഴിവുള്ള സ്റ്റുഡൻസ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ പരസ്പരം അത്തരം വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഇങ്ങനെ കൊണ്ടും കൊടുത്തുമാവണം ഇനിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള ദിനങ്ങൾ. നമ്മൾ കൊടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടുകയില്ല, തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഒരുപാട് ലഭിക്കുകയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അങ്ങനെ നമുക്ക് കൊണ്ടും കൊടുത്തും ഇനിയുള്ള ദിനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പഠനവുമായി മുന്നോട്ട് പോവാം. അപ്പൊ ഇവിടെ ഷിഅറിന്റെ നിർവചനമാണ് ഹുവ അൽ കലാമുൽ മൗസൂനുൽ മുഖഫ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇൽമുൽ ബലാഗയോട് ചേർത്ത് പലപ്പോഴും സിലബസിൽ വരാറുള്ള ഒന്നാണ് ഇൽമുൽ അറൂദ് എന്ന് പറയുന്നത്. ഇൽമുൽ അറൂദിന്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? കവിതയാണ്. ഇൽമുൽ അറൂദ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചന്ദശാസ്ത്രം എന്ന് പറയാം. എന്ന് വെച്ചാൽ കവിതാശാസ്ത്രം. അറബിയിലെ കവിതയെക്കുറിച്ചുള്ള പഠനമാണ് ഇൽമുൽ അറൂദ്. അപ്പൊ അതില് നമുക്കൊന്ന് ആ വൈജ്ഞാനിക ശാഖയെ കുറിച്ച്, അതുപോലെ തന്നെ അതിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഒരാള്, പ്രധാനപ്പെട്ട ഒരാളാണ്. അല്ലെ, ഏത് കാലഘട്ടക്കാരനാണ് അദ്ദേഹം? വേഗം പറയൂ, ഏത് കാലഘട്ടക്കാരനാണ്? ഇൽമുൽ അറൂദിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള, അല്ലെങ്കിൽ റായിദു ഇൽമുൽ അറൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി ഏത് കാലഘട്ടക്കാരനാണ്? ഓക്കെ, അതെ, അബ്ബാസി കാലഘട്ടക്കാരനാണ്. ഉമവി കാലഘട്ടത്തിൽ ജനിച്ചു, അബ്ബാസി കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോ ഈ ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുല്ലയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു കവിത ആയതുകൊണ്ട് തന്നെ കവിത നിലനിൽക്കുന്നത് വസ്ന് ഖാഫിയ അതിന്മേലാണ്. അതാണല്ലോ ഇപ്പൊ ഈ നിർവചനം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് വസ്നുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ബഹർ ഉണ്ടാവുന്നത്. ബഹർ എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ സാധാരണ വൃത്തം എന്നാണ് പറയാറുള്ളത്, അല്ലെ? കവിതക്ക് ഓരോ കവിതക്കും വ്യത്യസ്ത ട്യൂണുകളാണ് ഉണ്ടാവുക. ആ ട്യൂണുകൾക്കാണ് നമ്മൾ സാധാരണ വൃത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ആ വൃത്തങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളത് ചില ജുസ്കൾ അഥവാ വസ്നുകൾ കൂടിച്ചേർന്നാണ് വന്നിട്ടുണ്ടാവുക. അതിനാണ് നമ്മൾ വസ്ന് അല്ലെങ്കിൽ ജുസ് എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോ ഒരു ബഹറിന്റെ പേര് അൽ ബസീത്ത് എന്നുള്ള ഒരു ബഹർ. അപ്പൊ ആ ബസീത്ത് എന്ന ബഹർ കൂടിച്ചേർന്ന് വന്നിട്ടുള്ളത് 2 ജുസ്കൾ ആവർത്തിച്ചു വരുന്ന രൂപമാണ്. എന്ന് വെച്ചാൽ മുസ്തഫ്ഇലുൻ ഫാഇലുൻ, അത് 4 തവണ ആവർത്തിച്ചു വരുന്ന രൂപമാണ് ഈ ഒരു ബസീത്ത് എന്ന ബഹർ എന്ന് പറയുന്നത്. മുസ്തഫ്ഇലുൻ ഫാഇലുൻ, മുസ്തഫ്ഇലുൻ ഫാഇലുൻ, മുസ്തഫ്ഇലുൻ ഫാഇലുൻ, മുസ്തഫ്ഇലുൻ ഫാഇലുൻ. ഇതേപോലെ അറബിക് കവിതയിൽ നമുക്ക് ടോട്ടൽ
എത്ര ബഹറുകളാണ് ഉള്ളത്? എത്ര ബഹറുകളുണ്ട് അറബിക് കവിതയിൽ? എത്ര ബഹറുകളുണ്ട് അറബിക് കവിതയിൽ? ഓക്കെ, അതെ, 16 ബഹറുകളാണ്. ആ 16 ബഹറുകൾ ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുല്ല പരിചയപ്പെടുത്തിയിട്ടുള്ളത് 15 ബഹറുകളാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ ഓരോരോ ചോദ്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ ബാച്ചിലുള്ള ആളുകൾക്കും അതേപോലെ ഓൾറെഡി കേട്ടറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ആ 16 ബഹറുകളെ കുറിച്ചും നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ നമുക്ക് ചില കവിതകൾ തന്നുകൊണ്ട് ആ കവിതകളുടെ ബഹർ ഏതാണ് എന്ന് എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഒക്കെയാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ആ ചോദ്യങ്ങളൊക്കെ അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ ഇപ്പോ തൽക്കാലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം. എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഒരു രൂപം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു എന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വരും ദിനങ്ങളിൽ നമുക്ക് മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടാം. പിന്നീട് നമുക്ക് ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓൾറെഡി നേരത്തെ പ്രിപ്പയർ ചെയ്ത ആളുകളോടും പുതുതായി ഈ ഒരു പഠന രീതിയിലേക്ക് വന്ന് ഇൻഷാ അല്ലാഹ് ഞാനും അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഒരിക്കലും നമുക്ക് വിജയത്തിലേക്ക് കുറുക്കു വഴിയില്ല എന്നുള്ളത് തീർത്തും മനസ്സിലാക്കാം. നമ്മൾ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു അതിന്റെ തുടക്കത്തിൽ എന്ന നിലയിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ള കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും? ഞാന് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ ഞാൻ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ അതേപോലെ എനിക്ക് വീട്ടില് മൂന്ന് മക്കളാണ്. മൂന്ന് മക്കളും ചെറിയ കുട്ടികളാണ്. സ്കൂളിലും മദ്രസയിലും പോകുന്ന കുട്ടികളാണ്. അവർക്ക് എന്ത് ചെയ്യണം? രാത്രി സമയത്ത് എന്ത് വേണം? മൊബൈൽ ഫോൺ അവർക്ക് വേണം. പകൽ സമയത്താണെങ്കിൽ വീട്ടിലെ ജോലികളുണ്ട്. അതേപോലെ വീട്ടിൽ സുഖമില്ലാത്ത ഉമ്മയും ഉപ്പയും ഉണ്ടാവും. ഭർത്താവിന്റെ പിന്നെ ഉപ്പയും ഉമ്മയും ഉണ്ടാവും. ഇങ്ങനെ ഓരോരോ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഉള്ള ആളുകളാണ് നമ്മളൊക്കെ. അതൊക്കെ നമുക്ക് ഉള്ള കാരണങ്ങളാണ്. എന്നാൽ നമ്മള് ജസ്റ്റ് വെറുതെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ അവിടെയൊക്കെ വിജയിച്ച ഒരുപാട് ആളുകളെ, അതിപ്പോ LP അറബിക് ആയിക്കൊള്ളുന്നില്ല. ഇനി അറബിക്കിന്റെ ഫീൽഡിൽ തന്നെയുള്ള ആളുകളാണെങ്കിലും മറ്റേത് മേഖലയിലും വർക്ക് ചെയ്യുന്ന PSC റാങ്ക് ലിസ്റ്റുകളിൽ വന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒക്കെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഇതേപോലെ ഓരോരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത ആളുകളാണ് അവരൊക്കെ. ആ പ്രയാസങ്ങൾക്കിടയിൽ അവർ കണ്ടെത്തിയ ചെറിയ ചെറിയ സമയങ്ങൾ, ആ സമയങ്ങളാണ് അവരെയൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്നതിലപ്പുറം ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയമുള്ളത് എന്ന് പ്രത്യേകമായി എല്ലാവരും മനസ്സിലാക്കുക. ഇനി ഈ ചെറിയ ചെറിയ ശമ്പളങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് പ്രത്യേകം പറയാനുള്ള കാര്യം, നിങ്ങൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നിർത്തിവെക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ എന്നും നമ്മൾ ആ ഒരു ശമ്പളത്തോടു കൂടി തന്നെ വർക്ക് ചെയ്യും എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? തീരുമാനിക്കരുത്. അതോടൊപ്പം ആ വർക്ക് ചെയ്യുന്നതിനോട് നമ്മൾ എന്ത് ചെയ്യണം? പ്രതിബദ്ധത കാണിക്കണം. അതോടൊപ്പം നമുക്കൊരു ഭാവി നമ്മൾ കാണുകയും വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഈ ഒരു PSC എക്സാം എഴുതുന്നത് വരെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് ചില ദിവസങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് കൂടുതലായിട്ട് സമയം വർക്ക് ചെയ്തിട്ട് അടുത്ത ഇന്ന ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാവില്ല, ഒരാഴ്ചയിൽ ഇത്ര ദിവസം ഞാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഇന്ന ദിവസം ഓരോ ദിവസവും എനിക്ക് ഇന്ന സമയത്ത് എനിക്ക് പോകണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു സമ്മതം വാങ്ങി വെക്കണം. വീട്ടിലാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ഷെഡ്യൂള്, എനിക്കിത് ഇന്ന സമയത്ത് എനിക്ക് വായിക്കണം, അടുത്ത PSC റാങ്ക് ലിസ്റ്റിൽ ഞാൻ വരണം, അതുകൊണ്ട് തന്നെ എന്റെ ഷെഡ്യൂള് ഇനി മുതൽ ഇങ്ങനെ ആവേണ്ടതുണ്ട്. അപ്പൊ അതില് കുറച്ച് നമ്മൾ വീട്ടുകാരോടാണെങ്കിൽ അവരോടും നമ്മൾ സംസാരിക്കേണ്ടി വരും. ഞാൻ ഒരു 6 മാസം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് PSC റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾ നോക്കിക്കോളി, നിങ്ങൾ തന്നെ വീട്ടിലേക്ക് എന്നും അധ്വാനിച്ച് കൊണ്ടുവരുന്നു, അതിൽ തന്നെ നമുക്കിപ്പോൾ ഒരു കല്യാണം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ വയ്യ അല്ലെ? ഭർത്താവിനോട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. അപ്പോ എന്നാൽ ഞാൻ ലീവ് എടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ആഴ്ചയിൽ നമ്മളിപ്പോ കല്യാണത്തിന് പോവുകയാണെങ്കിൽ ലീവ് ആണെങ്കിലും അന്നും ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏകദേശം ഒരു 40,000 രൂപ ഉണ്ടാവും LP അറബിക് അധ്യാപകനായി നമ്മൾ ജോലിയിൽ കയറിയാൽ നമ്മുടെ സാലറി. അതില് ആഴ്ചയിൽ 2 ദിവസം അവധിയാണ്. എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ 8 ദിവസം അവധി.
പിന്നെ കലണ്ടറിലുള്ള എല്ലാ അവധികളും, ചുവന്ന ആ കളറിലുള്ള അവധികളൊക്കെ, ആ അവധികൾക്കൊന്നും നമ്മുടെ ശമ്പളം കുറയുന്നില്ല. ക്രിസ്മസ് വെക്കേഷൻ, ഓണം വെക്കേഷൻ 19-20 ദിവസം, പിന്നെ 2 മാസത്തെ വേനൽ അവധി, ഇതൊക്കെ ശമ്പളത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ലീവ് ആസ്വദിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ജോലിയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് 6 മാസം ഞാൻ ഒന്ന് കഷ്ടപ്പെട്ടാൽ എന്ന് നമ്മൾ വീട്ടുകാരെ ബോധ്യപ്പെടുത്താം. കുറച്ച് സമയം എനിക്ക് വേണം, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മക്കളെ കുറച്ചുങ്ങളൊന്ന് നോക്കണം, അല്ലെ, നമുക്കവിടെ പറയാം. അതേപോലെ തന്നെ നമ്മുടെ ടൈം ഷെഡ്യൂളിൽ കുറച്ചൊരു മാറ്റം വേണം. എനിക്ക് ഇത്ര ഇന്ന സമയം എനിക്ക് പഠനത്തിന് വേണ്ടി വേണം എന്ന് നമ്മളൊരു പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ അടുത്ത എക്സാം വരുമ്പോഴും നമ്മുടെ അവസ്ഥ കഴിഞ്ഞ കാല എക്സാമുകളെ പോലെ ആയിരിക്കും. അങ്ങനെ ആയിക്കൂടാ. കുറച്ച് ചേഞ്ച് നമ്മൾ വരുത്തണം. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും നമുക്ക് എന്തെങ്കിലും ഇതേപോലെ നമുക്ക് പറയാൻ നമുക്ക് കഴിയണം. അവിടെ ചിലപ്പോൾ ചിലർ പറയാം എന്താ വെച്ചാൽ, നമുക്കിപ്പോ ഒരു മാസത്തിൽ നമ്മൾ കുറച്ച് ലീവ് എടുത്തെന്ന് വിചാരിച്ചോളി, എക്സാമിനോട് അടുപ്പിച്ച് ചില മാസങ്ങൾ തന്നെ ലീവ് എടുത്താൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു പക്ഷേ ചെറിയ വേതന ആയിരിക്കും നഷ്ടപ്പെടുന്നത്. അതിലപ്പുറം നമുക്ക് സ്ഥായിയായി ഒരു ഗവൺമെന്റ് ജോലി കിട്ടുകയാണെങ്കിൽ നമുക്ക് 2-3 മാസവും നമ്മൾ ജോലിക്ക് പോയാൽ കുടുംബ പട്ടിണി ആവില്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ലീവ് എടുത്തുകൂടാ? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അടുത്ത PSC എക്സാമിൽ എല്ലാവരും ലിസ്റ്റിൽ വരിക തന്നെ വേണം, ആദ്യ റാങ്കിൽ വരണം. അപ്പൊ ആ അർത്ഥത്തിൽ ഇനിയുള്ള ദിനങ്ങൾ നിങ്ങൾ പഠനവുമായി കൂടെ ഉണ്ടാവണമെന്ന് ഒന്നുകൂടി എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയും സമയം വളരെ ആക്റ്റീവായി പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്വാഇക്കും വ ഇലാഹുന അത്റുക്കുക്കും ശറായത്തില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.